ആവി പറക്കുന്ന പുട്ട് ഇതാ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഇതാ നമ്മുടെ ഇവിടെ അടുപ്പത്ത് കിടന്നത് കുക്കായി കൊണ്ടിരിക്കണം. ഒരു സ്ഥലം അടിപൊളി ഫാമിലെ ഫിഷും നമ്മുടെ അടിപൊളി നാച്ചുറലായ നമ്മുടെ കിടിലൻ കപ്പയും അതും കപ്പ പുട്ടും. ഇവിടെ കിട്ടുന്ന ഫുഡും കാര്യങ്ങളും ഒരു മായവും ഇല്ല. മഞ്ഞൾ പോലും ഇവിടെ നിന്ന് നട്ടുപിടിപ്പിച്ച് അത് ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന സ്ഥലമാണ്. അസുഖമുള്ള വയസ്സായ ആളിനും കൊച്ചു പിള്ളേർക്ക് വരെ ഇത് കഴിക്കാം. ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഹലോ, വെൽക്കം ബാക്ക് ടു സൂപ്പർ ഡൂപ്പർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു ഫുഡടി പരിപാടിയായിട്ട് ഇറങ്ങിയേക്കാണ്. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ട്രിവാൻഡ്രത്തെ ഒരു കിടിലൻ ഹിഡൻ ഫുഡ് സ്പോട്ടിലാണ്. ഇവിടെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും കിടിലായിട്ടുള്ള ഫുഡ് കിട്ടും. അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്ന പ്ലേസ് നമ്മുടെ ട്രിവാൻഡ്രത്ത് കുന്നത്തുകാല് തച്ചങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ജ്യോതി ഹോംലി ഫുഡ്. ഇവിടെ ഒരു ഇടി വെട്ട് കിടിലൻ ഫുഡ്സ് ഉണ്ട്. കുറച്ച് വെറൈറ്റിയാണ്. പിന്നെ അതിൽ കൂടി ഗായത്രി പറഞ്ഞ പോലെ ഹെൽത്തിയാണ്. നമുക്ക് അത് എന്തൊക്കെ നോക്കാം. പിന്നെ ഇവിടെ നമുക്ക് പറ്റുമെങ്കിൽ ഇവിടെ എങ്ങനെ കുക്ക് ചെയ്യുന്ന ഇവിടുത്തെ പരിപാടിയൊക്കെ നമുക്കൊന്ന് നോക്കാം. ബാബാ, ദേ ഇതാണ് ജ്യോതി ഹോംലി ഫുഡ്. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ എങ്ങനെ എന്തൊക്കെയെന്നൊക്കെ നോക്കാം, എന്തൊക്കെ ഡിഷായി നോക്കാം. സോ ഇതാണ് നമ്മുടെ ജ്യോതി ഹോംലി ഫുഡിലെ ജ്യോതി ചേട്ടൻ. ഓക്കെ, നമുക്ക് ചെയ്യേണ്ട ചോദിക്കാം ഇവിടെ എന്തൊക്കെയുണ്ട്, ഇവിടെ എന്തൊക്കെ ഡിഷ് ഇതാ. ഇവിടെ കുറേ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എന്തൊക്കെ മൺചട്ടിൽ എന്തൊക്കെയാണ് വെച്ചിട്ടുണ്ട്, അതെന്താ എന്നൊക്കെ നോക്കാം. നമുക്ക് നോക്കാം. ചേട്ടാ പറഞ്ഞു. ഇത് നമ്മുടെ പഴങ്കഞ്ഞിയാണ്. പഴങ്കഞ്ഞിയാണ്. അതെ. ഓക്കെ, ഇത് പഴങ്കഞ്ഞിയാണ്. ഇത് കപ്പ, അവിച്ചിളക്കിയ കപ്പ. കപ്പ, പേസ്റ്റ് കപ്പ. അതെ. ഓക്കെ, ഇത് നമ്മുടെ തൈര്. തൈര്. അതെ, അടിപൊളി. ഇത് നമ്മുടെ രസം. രസം, പഴങ്കഞ്ഞിക്കുള്ള രസം. രസം. ഇത് ഒരു വറുത്ത മുളക്. മുളക്. അതെ, പഴഞ്ഞിക്ക് കൊടുക്കാനുള്ള. ഇത് അച്ചാർ, മാങ്ങ അച്ചാർ. ഇതൊക്കെ പഴങ്കഞ്ഞിയുടെ സെറ്റപ്പാണ്. ഓക്കെ, ഇത് നമ്മുടെ ഉണക്കമീൻ അല്ലേ? കരുവാട്, ഉണക്ക കരുവാട്. അത് വറുത്ത് വെച്ചിരിക്കുന്നത്. ഇത് പഴഞ്ഞിക്കുള്ളത്. ഇത് ഇത്രയാണ് അപ്പം. ഓക്കെ, സോ നമുക്കിവിടെ പഴങ്കഞ്ഞി സെറ്റപ്പാണ്. ഇതൊക്കെ പഴങ്കഞ്ഞി എത്ര 50 രൂപയാണ് അല്ലേ? പഴങ്കഞ്ഞി 50 രൂപയാണ്. 50 രൂപയ്ക്ക് നമുക്ക് പഴങ്കഞ്ഞി ഉണ്ട്. അതിൽ മോരും രസവും പിന്നെ നമ്മളെ വറ്റമുളകും കപ്പ പേസ്റ്റ് പിന്നെ നമ്മളൊരു ഉണക്കമീൻ പിന്നെ നമുക്ക് വരുന്നത് പിന്നെ ഉണക്കമീൻ അച്ചാർ. ഓക്കെ, ഇതെല്ലാം കൂടി ചേർത്ത് 50 രൂപയ്ക്ക് ഒരു അടിപൊളി പഴങ്കഞ്ഞി ഇവിടെ കിട്ടും. ചേട്ടൻ പറഞ്ഞ കേട്ടോ, ഒരാളുടെ വയറ് നിറയെ ഇവിടെ കഴിക്കാം. ഓക്കെ ചേട്ടാ, ഞാൻ ചോദിക്കുന്നതേ, നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി മരിച്ചിനി പുട്ടുണ്ട്, പച്ച മരിച്ചിനി പുട്ട്, പിന്നെ ചിക്കനുണ്ട്, ബീഫുണ്ട്, പോത്തുണ്ട്, പിന്നെ നമുക്ക് വെറൈറ്റി സ്ലോപ്പിയ മീനുണ്ട്, പിന്നെ വേറെ കടൽ മീൻ വറുത്തതുണ്ട്, കരിമീൻ കാണും, പിന്നെ ഓരോ ദിവസം മാറ്റി കക്ക ഇറച്ചി കാണും, മുയലിറച്ചി കാണും. ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം പഴങ്കഞ്ഞി സെറ്റപ്പ് ആയിട്ടുണ്ട് രാവിലെ. അപ്പം നമുക്ക് രാവിലെ എത്ര മണിക്ക് ഇപ്പോൾ പഴങ്കഞ്ഞി സ്റ്റാർട്ട് ചെയ്യുന്ന കിട്ടാൻ 9 മണി പഴങ്കഞ്ഞി കിട്ടി തുടങ്ങും. ഓക്കെ, ബാക്കി സംഭവങ്ങൾ ഉണ്ടാക്കിയോ അതെങ്ങനെയാണ്? 10, 11 മണിയോടെ എല്ലാം സെറ്റാണ്. ചോദിച്ചേട്ടാ, അപ്പോൾ നമുക്ക് ആദ്യം പുട്ടൊക്കെ റെഡിയായി വരുന്നതല്ലേ ഉള്ളൂ. നമുക്ക് അപ്പോൾ ആദ്യം രാവിലത്തെ പഴങ്കഞ്ഞി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഇപ്പോൾ പുട്ടൊക്കെ ഒരുപാട് കഴിക്കണമുണ്ട്. നമുക്ക് ഒരുപാട് പഴങ്കഞ്ഞി വേണ്ട, കുറച്ച് 2 പേർക്കായിട്ട്. സോ നമ്മളിത് പഴങ്കഞ്ഞി സ്റ്റാർട്ട് ചെയ്യണം. പഴങ്കഞ്ഞി കഴിഞ്ഞിട്ടാണ് നമ്മൾ കപ്പ പുട്ട് ചിക്കൻ കറി അതൊക്കെ കഴിക്കാൻ. നമ്മളെ രസം കണ്ടോ, കുഞ്ഞ് സൂപ്പർ രസം. ഇതിലെന്തൊക്കെ ഉണ്ടെന്ന് കണ്ടോ, കപ്പ, ഒരു മുളക്. ഓക്കെ, നമ്മളെ റൈസ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ മോരും രസമൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റും. നമുക്ക് ട്രൈ ചെയ്യാം. രസം, മോര്. പിന്നെ നമ്മുടെ നല്ല ഉണക്കമീനുണ്ട്. എന്താ പിന്നെ അച്ചാർ. ഓക്കെ, നമ്മുടെ മാങ്ങ അച്ചാറുണ്ട്. ഇതെല്ലാം ഭയങ്കര ഹെൽത്തി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. മാങ്ങ അച്ചാറും കൂടി
അങ്ങനെ സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? രസം, മോര്, അച്ചാറ്, കപ്പ, പിന്നെ അതാ വറ്റമുളക്. ഈ വറ്റമുളകും കൂടി നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് അവരിങ്ങനെ കഴിച്ചാലേ ആ ഒരു ഫീൽ ഉള്ളൂ. ഓക്കെ, അതൊക്കെ മിക്സ് ചെയ്യുമ്പോഴാണ് ഒരു ഫീൽ ചെയ്യണേ. അടിപൊളി. പഴങ്കഞ്ഞി ഒരു സാധനം മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ്. പഴങ്കഞ്ഞി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മെയിനായിട്ട് സംഭവം എന്തോ കാന്താരി മുളക്. ഓക്കെ, അതും ഇവിടെ ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഈ കാന്താരിയുടെ എരിവ് മിക്സ് ആകുമ്പോഴാണ് എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? കുറച്ച് രസവും. ആഹാ, ഫിഷ് ഫ്രൈ ഉള്ളത് എന്ത് പഴങ്കഞ്ഞല്ലേ? ഓക്കെ, വേണ്ട പഴങ്കഞ്ഞി കുടിച്ചിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, ആവശ്യം കുറച്ച് മാത്രമേ കുടിച്ചിട്ടുള്ളൂ. കാരണം വെച്ചാൽ ഗ്യാപ്പ് വെച്ചിരിക്കുകയാണ്. അടുത്ത ഫുഡ് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാം. സെറ്റ് ചെയ്യാം. സോ നമ്മളിതാ പഴങ്കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഇതേ ഇപ്പോൾ നമ്മുടെ ജ്യോതിഷൻ്റെ ജ്യോതി ഹോംലി ഫുഡ്സിലെ കിച്ചൺ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. വന്നത് എന്താ ചേട്ടൻ, ഇതാ നമ്മുടെ കപ്പപ്പുട്ടുണ്ടല്ലോ, കപ്പപ്പുട്ട് തുടങ്ങുന്നതിൻ്റെ പരിപാടി. കപ്പപ്പുട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ കാണട്ടെ. അത് പച്ച കപ്പപ്പുട്ട്, നമുക്കത് കാണാം. കപ്പയുടെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് കപ്പയുടെ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 2 മെഷീനിലൊക്കെ ഇട്ട് ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ട്, നമുക്കത് കാണാം. ഓക്കെ, സോ ഇതാണ് കപ്പ ഗ്രൈൻഡ് ചെയ്യുന്ന മെഷീൻ. നമ്മൾ കപ്പയുടെ സ്കിന്നൊക്കെ കളഞ്ഞ് വാഷ് ചെയ്തെല്ലാം ക്ലീൻ ചെയ്തിട്ട് അത് ഇതിൻ്റെ അകത്തിട്ട് ഇത് കണ്ടില്ല ഇങ്ങനെ പ്രസ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് ആ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ആ ഒരു പീസ് ഷേപ്പിൽ അത് എടുക്കുകയാണ്. ചേട്ടാ, ഇത് പച്ച മരിച്ചിനിയല്ലേ? ഞാൻ ഈ നമ്മുടെ ഈ പച്ചക്കപ്പയൊക്കെ കഴിക്കുമ്പം ഇങ്ങനെ ഒരു ഗ്യാസ് പ്രോബ്ലം അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഷുഗറോ ഗ്യാസോ ഒന്നുമില്ല, കാരണം ഇതിന്റെ മൊത്തം കട്ടെടുത്ത് മാറ്റുകയാണ്. കട്ടെന്ന് വെച്ചാൽ അതിന്റെ ആ പച്ച പോലത്തെ സംഭവം അല്ലേ? എല്ലാം മാറ്റുകയാണ്. ഏത് അസുഖമുള്ള വയസ്സായ ആളിനും കൊച്ചു പിള്ളേർക്ക് വരെ ഇത് കഴിക്കാം. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ സംഭവം കപ്പപ്പുട്ട് കഴിച്ചിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ പാക്കറ്റിലൊക്കെ വരില്ലേ, പൊടി ഉണക്കിയ കപ്പ ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പച്ചക്കപ്പ സ്പെഷ്യൽ എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ ഈ ഇതെങ്ങനെ ഇപ്പം നമ്മൾ കണ്ടില്ലേ മെഷീനൊക്കെ ഗ്രൈൻഡ് ചെയ്യണം. അത് വന്നിട്ട് ഞാൻ ഒരു പള്ളിയിൽ ഒരിക്കൽ 2000 കുറ്റി പുട്ട് വേണമെന്ന് പറഞ്ഞു. ഞാനിത് ഏറ്റു. ഓക്കെ, മരിച്ചിന് പുട്ട്. അപ്പം അങ്ങനെ ഞാൻ പിന്നെ ഇതിനെ തല പോഞ്ഞ ഇതിന് വേണ്ടി ഒരു മെഷീൻ കിട്ടും, പക്ഷേ ഇതിൻ്റെ അച്ച് കിട്ടണം. മനസ്സിലായി. അപ്പോൾ ഞാൻ പിന്നെ കോയമ്പത്തൂരിൽ പോയിരുന്നു. ഇതിൻ്റെ ഒരു അച്ച് റെഡിയാക്കി അവർ വരച്ചു കൊടുത്ത് അവരത് ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ട് അവരെനിക്ക് അതിനെ ചെയ്ത് അവിടെ ഇരുന്ന് ചെയ്ത് ഞാൻ വാങ്ങി വന്നു. അങ്ങനെയാണ്. പിന്നെ വേറൊരു വിഷയമുണ്ട്, ഇതിൻ്റെ കട്ട് കളയാനുള്ളത്. അപ്പോൾ അതും ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്ത് എടുത്തതാണ്. എന്നിട്ട് കട്ട് വെച്ചാൽ പശ പോലത്തെ കളയണം. അത് ചേട്ടൻ സ്വന്തമായിട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പാർട്ടി പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും ചേട്ടൻ ചെയ്യാം. ഞാൻ ചേട്ടൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ഇവിടുത്തെ ലൊക്കേഷനും എല്ലാം ഇവിടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. പിന്നെ ചേട്ടൻ നമ്പർ ഉണ്ട്. ചേട്ടൻ വലിയ ഓർഡറൊക്കെ എടുക്കും. ഓക്കെ, ഇവിടെ നമുക്ക് പുട്ട്, ചിക്കൻ കറി, വെറും പുട്ടല്ല കപ്പപ്പുട്ടിൻ്റെ ചിക്കൻ കറി എല്ലാ സെറ്റപ്പും പച്ച മരിച്ചിനി. ഓക്കെ, പച്ചക്കപ്പയുടെ പുട്ട് എല്ലാ സെറ്റപ്പും ചേട്ടൻ ഓർഡർ എടുത്ത് ചെയ്തു കൊടുക്കും. നമുക്ക് ഫിഷ് എല്ലാം ഉണ്ടല്ലേ? ഓക്കെ, സോ ആർക്കെങ്കിലും ഓർഡർ ചെയ്ത് വീട്ടിലേക്ക് പാർട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്യുക. ഇവർ മനുഷ്യർ വരുമ്പോൾ 1 മണിക്കൂറിന് മുമ്പ് വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, സോ ഇപ്പോൾ കാണുന്ന ഈ പ്രോസസ്സ് ഉണ്ടാ, ഈ മെഷീൻ ഇതിന് വേണ്ടി ചേട്ടൻ ഡിസൈൻ ചെയ്തെടുത്തതാണ്. ഓക്കെ, മെഷീൻ ഡിസൈൻ ചെയ്തെടുത്തതാണ് ചേട്ടൻ. ഇതെന്ന് വെച്ചാൽ നമ്മൾ വാഷ് ചെയ്ത കപ്പ ഉണ്ടല്ലോ, വാഷ് ചെയ്ത് അവിടെ ഗ്രൈൻഡ് ചെയ്ത കപ്പയിൽ ഒരു സംഭവമുണ്ട്. നമ്മുടെ ഈ കപ്പയിൽ നമുക്ക് ശരീരത്തിൽ ബെറ്റർ അല്ലാത്തൊരു സംഭവമുണ്ട്. അതിനെന്തോട്ടാ അതിനെ പറയുന്നത്? കട്ട്. ഓക്കെ, ഷുഗർ അല്ലേ? അതിൻ്റെ ഗ്യാസ് ഷുഗറും. ഓക്കെ, അത് അതിൽ നിന്ന് അതിൻ്റെ സ്റ്റാർച്ച്, അപ്പോൾ അത് അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ചേട്ടൻ കണ്ടുപിടിച്ച മെഷീനാണ്. ഓക്കെ, അതെന്ന് വെച്ചാൽ അതിനെ ഇറുക്കി ടൈറ്റ് പിഴിഞ്ഞ് വാഷ് ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് അതൊക്കെ റിമൂവ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ സെറ്റപ്പിലെടുക്കും. സോ നമ്മുടെ കപ്പയിൽ നിന്ന് അതിൻ്റെ സ്റ്റാർച്ചും ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഇതാ കണ്ടില്ലേ, ആ മെഷീനിൽ നിന്ന് എടുത്തപ്പോൾ കണ്ട ഒരു കേക്ക് രൂപത്തിലായി. ഇതിനാണ് നമ്മളതിന് പൊടിച്ച് ബാക്കി സെറ്റപ്പൊക്കെ ചെയ്യാൻ പോണത്. അയ്യോ, ആ മണം കിട്ടുന്നുണ്ട്. ആ ഒരു കപ്പയുടെ ഒരു ഭയങ്കര രസമുള്ള മണം ഉണ്ടല്ലോ, അത് ആവിയിൽ കുട്ടിയുടെ നടപ്പണ്ട. സോ ജോലി ചേട്ടൻ ആ ചിക്കൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ജ്യോതിഷൻ്റെ സീക്രട്ട് മസാലയാണ്. അതെന്തോ പൊടിയെന്ന് കൂടെ പറയില്ല നമ്മൾ.
ഓക്കെ, ഇതാ ഈ ചിക്കനിൽ ഇടുന്ന കണ്ട, ഇതാണ് ഇവിടുത്തെ സീക്രട്ട് മസാല. കൃത്യമായ വെളിച്ചെണ്ണ. അത് മീനായാലും ശരി തന്നെ, ഇറച്ചി ഐറ്റങ്ങളായാലും ശരി തന്നെ, പാമായാലും അതുപോലുള്ള കാര്യങ്ങളൊന്നുമില്ല, വെളിച്ചെണ്ണ. ആ പച്ച വെളിച്ചെണ്ണയിൽ നമ്മുടെ വറ്റമുളകും കരിയപ്പലയും എല്ലാം ഇങ്ങനെ ഇപ്പം തന്നെ മണം വന്നു തുടങ്ങി. ഇതാ വരുന്നു, നമ്മുടെ ആശ വരുന്നുണ്ട്. സോ ഇതാ ജോഷേട്ടൻ്റെ സ്പെഷ്യൽ മസാല ഉണ്ടല്ലോ, സീക്രട്ട് മസാല, അത് ഇടാൻ പോവാണ്. ഓ, ആ മസാല അത് ഇട്ടപ്പോൾ തന്നെ മണം, മസാല അത് ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ മണം ഇങ്ങനെ മൂക്കിലൊന്ന് ഇങ്ങനെ തട്ടി വിളിക്കുമോ, ആ മോനെ കഴിക്കാൻ പോകുന്നു. അയ്യോ, അപ്പൊ നമ്മുടെ ചിക്കനും പുട്ടും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് കുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഹാഫ് കുക്ക് ചെയ്ത ബീഫ് ഇവിടെ സെറ്റ് ആക്കാൻ പോവുകയാണ്. അങ്ങനെ ബീഫ് ഏകദേശം കുക്കായി കിട്ടിയപ്പം ആ മണം സഹിക്കാൻ പോയാതെ ഞാൻ നിൽക്കുന്ന കണ്ടിട്ടാണ് ചോദിച്ചിട്ട് കുറച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ചൂട് കിട്ടില്ല, എരിവ് പുളി എല്ലാം സൂപ്പർ. നമ്മുടെ പഴയ വീഡിയോ ഉണ്ടല്ലോ, അറിയാം, ഈ കിച്ചണിൽ നിന്ന് ഉണ്ടാക്കി അപ്പം തന്നെ അവർ കോരി തന്ന് കഴിക്കണതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, സൂപ്പറാണ്. പിന്നെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഫിഷ് കണ്ട, ഫിഷ് ഇങ്ങനെ ആ എണ്ണയിൽ ചേൻ്റെ സീക്രട്ട്, ഇതും ചേൻ്റെ മസാല അല്ലേ, ഇതും ചേൻ്റെ സീക്രട്ട് മസാലയുടെ കടന്ന് തിളക്കുന്നുണ്ട. ഇത് ഏത് മീനാട്ടാ? സ്ലോപ്പിയ. ഈ സ്ലോപ്പിയ എങ്ങനെ കടയിൽ നിന്ന് വാങ്ങുന്നതാണ്? ഓ, അടിപൊളി. നമുക്കിവിടെ ആക്ച്വലി നമുക്കിവിടെ മീൻ പോലും ചേട്ടൻ്റെ ഫാമിൽ പുറകിൽ വളർത്തുന്നുണ്ട്. ഓക്കെ, ചേട്ടൻ്റെ വീടിൻ്റെ അവിടെ മീൻ വളർത്തി അവിടെ നിന്നാണ് ഫ്രഷ് ആയിട്ട് പിടിച്ച് നമ്മളിവിടെ കുക്ക് ചെയ്യുന്നത്. ഓക്കെ, കടയിൽ നിന്ന് വാങ്ങി ആ സെറ്റപ്പ് അല്ല അല്ലേ? ഓക്കെ, നമുക്ക് ആ ആ മീൻ ഒന്ന് പിടിക്കാൻ കാണാം കേട്ടോ. ഇത് അവിടെ ഫ്രൈ ആയി കൊണ്ടിരുന്നില്ല ഫിഷ്, അത് ഞാൻ പറഞ്ഞില്ലേ, ചേട്ടൻ ചേട്ടൻ്റെ വീടിൻ്റെ അവിടെ വളർത്തുന്ന ഫാമിലുള്ളതാണ്. സോ ആ ഫാമിലെ ഫിഷ് എങ്ങനെയാണ് പിടിക്കുന്നത്, ഫിഷ് ആ കുളത്തിലോട്ട് നമ്മൾ പോവുകയാണ്. കണ്ടോ, നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ ഒരു സ്ഥലം അടിപൊളി ഫാമിലെ ഫിഷും നമ്മുടെ അടിപൊളി നാച്ചുറലായ നമ്മുടെ കിടിലൻ കപ്പയും, അതും കപ്പ പുട്ടും, പിന്നെ ചിക്കൻ കറി, ബീഫ്, പിന്നെ ഇടയ്ക്ക് ഓരോ സ്പെഷ്യൽ വരാറില്ല കേട്ടോ, ബീഫ് ഉണ്ടാവും, മുയലുണ്ടാവും, അങ്ങനെയൊക്കെ വരാറില്ല. അങ്ങനെ കുറേ ഡിഷ് ഉണ്ട്. എന്തെങ്കിലും സ്പെഷ്യൽ ഡിഷ് ഉണ്ടോ എന്ന് നിങ്ങൾ വരുമ്പോൾ ഒന്ന് വിളിച്ചിട്ട് വരിക. മീൻ ഭയങ്കര വികൃതിയാണ്. ഇത് കണ്ട, ഇത് സ്ലോപ്പി അല്ല കേട്ടോ, കണ്ടാ സ്ലോപ്പിയോ, ഈ സാധനമൊക്കെയാണ് അവിടെ ഒന്ന് ഫ്രൈ ആവണേ. സോ നല്ല ഹെൽത്തി ആയിട്ട് ഫുഡല്ലേ, അതായത് ഈ ഫാമിലെ വെളിയിൽ നിന്ന് വാങ്ങുന്ന മീനൊന്നും അല്ല. കണ്ട, കൈ നിൽക്കില്ല, ഓയ്യോ കൈ നിൽക്കില്ലേ, വിട്ടോട്ടെ, അല്ല അത് കൊണ്ടുപോളെ, ഇത് ഞാൻ വിട്ടോട്ടെ ചോദിച്ചത്, നമുക്ക് കൊണ്ടുപോളെ. സോറി മാം. നമ്മളിങ്ങനെ ജോയിഷേട്ടൻ്റെ ഈ മീൻ വളർത്തുന്ന ഫാമൊക്കെ കണ്ട് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അറിയണേ ജോയിഷേട്ടന് എന്തൊക്കെയോ അവാർഡ് കിട്ടി. ഞാൻ എൻ്റെ ഫോട്ടോയും അവിടെ കണ്ടായിരുന്നു. ഓക്കെ, എന്തോ മറ്റേ നമ്മുടെ എന്തൊക്കെയോ ഈ നല്ല ഈ കർഷകന്റെ അവാർഡ് എന്താ കിട്ടി പറയുന്നത്, നമ്മൾ ജൈവവള കൃഷി, നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമ്മൾ ചാണം ഇതുപോലുള്ള ഐറ്റങ്ങളെല്ലാം കൂട്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇന്നുവരെ രാസവളം ഉപയോഗിച്ചിട്ടില്ല. പിന്നെ വന്നിട്ട് എല്ലാ കൃഷികളും ഉണ്ട്. പിന്നെ മരിച്ചിനി, ചീനിക്കിഴങ്ങ്, മഞ്ഞ, ഇഞ്ചി, ചേന, ചേമ്പ്, ഇതെല്ലാം കണ്ടില്ലേ, ചേമ്പ്, അങ്ങോട്ട് ചേന, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും, അതുപോലെ കാച്ചിലുള്ള എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. പിന്നെ മലക്കറി ഐറ്റങ്ങൾ, നമുക്ക് ആവശ്യമുള്ള മലക്കറികൾ. പിന്നെ വാഴ, അത് ഏകദേശം 12 ഐറ്റം വാഴയോളം ഇപ്പം നമ്മുടെ നിലവിലുണ്ട്. അവാർഡ് എന്തോട്ടെ, ഞാൻ അവിടെ ഫോട്ടോ ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ജൈവവള കൃഷിയിൽ നമ്മുടെ പഞ്ചായത്തിൽ അവാർഡ് എനിക്ക് കിട്ടി. അടിപൊളി. കണ്ടാ,
സാധാരണ ആളല്ല ജോയിച്ചേട്ടൻ. ഇത് ഗവൺമെൻറ് കർഷക അവാർഡൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ കിട്ടുന്ന ഫുഡും കാര്യങ്ങളും ഒരു മായവും ഇല്ല. മഞ്ഞൾ പോലും ഇവിടുന്ന് നട്ടുപിടിപ്പിച്ച് അത് ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ കപ്പപ്പുട്ടൊക്കെ ഇപ്പോൾ ഒരിടത്തും കിട്ടാനില്ല, പച്ച കപ്പപ്പുട്ടൊക്കെ. സോ ഇവിടെ വന്നാൽ മതി. ജോയിച്ചേട്ടനെ കോൾ ചെയ്തിട്ട് വരണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്ത് പറയുന്നുണ്ട്, കാരണം വെച്ചാൽ നല്ല തിരക്കുണ്ട്, പാർസൽ ഒരുപാട് പോകുന്നുണ്ട്. അപ്പം വിളിച്ച് പറഞ്ഞിട്ട് വരുവാണെങ്കിൽ അതിനനുസരിച്ച് മാനേജ് ചെയ്യാൻ പറ്റും, ഒരുപാട് പേരായിട്ട് വരണമെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ജോയിച്ചേട്ടാ അവിടെ ഫുഡൊക്കെ റെഡിയല്ലേ? അപ്പം നന്നായിട്ട് നമുക്കും ഇതൊക്കെ കണ്ടപ്പോൾ കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി ഫുഡടി പരിപാടി ബാ. സോ നമ്മുടെ ഇവിടെ പുട്ട് സെറ്റപ്പൊക്കെ റെഡി ആയിരിപ്പുണ്ട്. ഇവിടെ തന്നെ പുട്ടിൻ്റെ ആദ്യത്തെ കസ്റ്റമർ ഇവിടെ ഉണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം. ചേട്ടാ അഭിപ്രായം എങ്ങനെയാണ്? നമ്മളെ വീട്ടിൽ തയ്യാറാക്കി കഴിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഒരു നല്ലൊരു ഫീലിംഗാണ് കിട്ടുന്നത്, ഒരു നല്ല ടേസ്റ്റാണ്. എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വൈഫ് വെച്ച് തരുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഒന്നുമില്ലാതെ ഞാൻ ഇവിടെ സ്ഥിരം വരാറുണ്ട്. ഞങ്ങൾ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. ഞാൻ ഇവിടെ അടുത്താണ് സ്ഥിരം വരാറുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ അഭിപ്രായം കേട്ടല്ലോ. ഞാനേ ഇതാ നമുക്ക് പുട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുക, അത് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കപ്പപ്പുട്ട് കാരണം വെച്ചാൽ ഇത്രയും നേരം കടിച്ചു പിടിച്ച് വെയിറ്റ് ചെയ്യായിരുന്നു. നമ്മൾ പഴങ്കഞ്ഞൊക്കെ നമ്മൾ കുടിച്ചെങ്കിലും ഇത് കഴിക്കാം, കാരണം ഇത് പച്ചക്കപ്പപ്പുട്ട്, ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പച്ചക്കപ്പപ്പുട്ട് ഇതുവരെ കഴിച്ചില്ല. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അടിപൊളി, സൂപ്പറാ. ഓക്കെ, നമുക്ക് കുറച്ച് ചിക്കൻ കാണിച്ചിട്ട് നമുക്ക് ഈ ചിക്കനും കപ്പപ്പുട്ടും വെച്ച് അടിക്കാൻ വേണം. നമ്മൾ പുട്ടും ഇങ്ങനെ പൊടിച്ചിട്ടിട്ട് നല്ല കറി ഉണ്ടല്ലോ, ചിക്കൻ കറി, അതിങ്ങനെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് നമ്മൾ ഏകദേശം പരിപാടി തീരാറായി. അപ്പം നമുക്ക് ഫിനിഷ് ചെയ്യാം. ഫുഡ് വേണ്ട ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ വന്ന പരിപാടി കഴിഞ്ഞു. ഫുഡടി കിടിലമായിരുന്നു, കപ്പപ്പുട്ടൊക്കെ ഒരു രക്ഷയില്ല. സോ നമുക്ക് ജോയിച്ചേട്ടൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ജോയിച്ചേട്ടാ, ഇവിടെ നമ്മുടെ സൂപ്പർ ഡ്യൂപ്പേഴ്സ് വ്യൂവേഴ്സ് വരുമ്പോൾ നമുക്ക് എങ്ങനെ വരാമെന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. അതെ, തിരുവനന്തപുരം ജില്ല, നമ്മുടെ നേറ്റങ്കര വന്നിട്ട് അമരവിള, അടുത്ത് നേരെ കാരക്കണ റൂട്ട്, പെട്ടിങ്ങള ഇത് വെള്ളറട റൂട്ട്. അപ്പോൾ അതിൽ കുന്നത്തുകാൽ വന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ നാറാണി റൂട്ട് 1 കിലോമീറ്റർ. കുന്നത്തുകാൽ വന്നിട്ട് നാറാണി റൂട്ട് 1 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നാൽ മതി. ഇവിടെ ഉണ്ടാവും, നമ്പർ ഉണ്ടാവും, വിളിക്കുക. പിന്നെ ചേട്ടാ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഇത്രയും കിടില ഫുഡ് ഇത്രയും നീറ്റായി കൊടുക്കണോ? അതെങ്ങനെ? ഞാൻ പറഞ്ഞ ചേട്ടന് സത്യം പറഞ്ഞാൽ മുതലാവുന്നുണ്ടോ? എങ്ങനെയാണ്? കാരണം ഇത്രയും ഞാൻ കണ്ടാണ് ചേട്ടാ കുക്ക് ചെയ്യണൊക്കെ, ഒരു കെമിക്കലിലോ ഒന്നുമില്ല. വീട്ടിലെ ഫുഡ്, വീട്ടിൽ വളർത്തുന്ന മീൻ, അത് ഇതൊക്കെയാണ്. എങ്ങനെ തൃപ്തിയാണോ? ആൾക്കാർ കഴിക്കുമ്പം അവർ തൃപ്തിയാണോ? ചേട്ടൻ കൊടുക്കുമ്പോൾ ചേട്ടന് തൃപ്തിയാണോ? നമുക്കിപ്പോൾ ജോലിക്കാരല്ല, നമ്മൾ സ്വന്തമായിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ നഷ്ടമില്ല, പക്ഷെ കഴിക്കുന്നവർ സന്തോഷമായിട്ട് കഴിക്കുമ്പോൾ അതൊരു നമുക്കൊരു ഞാൻ ഇവിടെ വന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്ത് നല്ല ഫുഡാണെങ്കിൽ ഒന്ന് അപ്ലോഡ് ചെയ്യുക. പക്ഷേ എനിക്ക് ഇവിടെ വന്ന് ചേട്ടൻ കുക്ക് ചെയ്യുന്ന രീതി കാണിക്കാൻ പറ്റി, എനിക്ക് കപ്പപ്പുട്ടൊക്കെ നമ്മുടെ പ്രേക്ഷകർ പരിചയപ്പെടുത്താൻ പറ്റി, ഫാം കാണിച്ചത്. അങ്ങനെ എന്തോ പറഞ്ഞു, ഒരു അരമണിക്കൂറിലേക്ക് വന്ന് നമ്മൾ രാവിലെ മുതൽ ഇതാ ഇപ്പോൾ ഉച്ച കഴിഞ്ഞു. അടിപൊളിയായിട്ട് ചേട്ടൻ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിച്ചേട്ടാ താങ്ക്സ്. ഓക്കെ, ശരി. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. എപ്പോഴും പറയും പോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇനിയും വീഡിയോസ് ഇടാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ മസ്റ്റായിട്ട് കമൻറ്റ് ഇടുക. ഇവിടെ വന്നിട്ടുള്ളവരായാലും അല്ലെങ്കിൽ ഇത് ട്രൈ ചെയ്യാൻ പോകുന്നവരായാലും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, ഈ ഒരു റെസ്റ്റോറൻറ്റിലെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ചേട്ടനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. അപ്പോൾ പുതിയൊരു വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നത് വരെ